Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിയുടെ ഡിഫറെന്റ് ഫോംസ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിയുടെ പ്രസന്റ് ഫോംസ് ആയ ഈസ്, ആം, ആർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പാസ്റ്റ് ഫോംസ് ആയ വാസ് ആൻഡ് വെയറും കൂടി നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ ബീനും അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ ബീങ്ങുമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ടു വേർഡ്സ് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സുകളാണ്. എസ്പെഷ്യലി ബ്രിട്ടൻ ഇംഗ്ലീഷിലാണ് നമ്മൾ കൂടുതൽ ഈ വാക്കുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പലവർക്കും ഏറ്റവും കൺഫ്യൂഷനുള്ള, അതായത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള രണ്ട് വാക്കുകളായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ തീർക്കാൻ പോവാണ്. ഈ ടു വേർഡ്സ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് ബീയിങ് ആണ് പറഞ്ഞു തരുന്നത്, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് വേർഡ്സിന്റെ യൂസേജും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ബാക്കിയുള്ളവരോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ വാക്കുകൾക്ക് പ്രത്യേകമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് സിറ്റുവേഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ബീയിങ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ സാധാരണ ഒരാളുടെ ടെമ്പററി ബിഹേവിയർ, അതായത് താൽക്കാലികമായിട്ടുള്ള അവരുടെ ഒരു പെരുമാറ്റത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ബീയിങ് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സിറ്റുവേഷൻ പറയാം, അപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാൻ ട്രൈ ചെയ്യൂട്ടോ. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ, എൻ്റെ ഒരു സുഹൃത്തിനെ വിസിറ്റ് ചെയ്യാൻ പോയി, വീട്ടിലേക്കാണ് പോയത്. ഓക്കെ, ഹി ഈസ് മാരീഡ് ആൻഡ് ഹി ഹാസ് എ സൺ ഹു ഈസ് അബൌട്ട് 7 or 8 years old. ഓക്കെ, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അവനൊരു മോനുണ്ട്, മേ ബി ഒരു 7-8 വയസ്സായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ അവിടെ പോയപ്പോൾ ദ ബോയ് വാസ് വെരി ബിസി പ്ലേയിങ് വീഡിയോ ഗെയിംസ്. ഓക്കെ, ഞാൻ അവിടെ പോയപ്പോൾ എന്തായിരുന്നു, ആൺകുട്ടി എപ്പോഴും വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹി ഡിഡ്ന്റ് ഈവൻ സേ എ സിംഗിൾ വേർഡ് ടു മീ. എന്നോടൊരു വാക്ക് പോലെ അവൻ സംസാരിച്ചില്ല, ആൺകുട്ടി. മനസ്സിലായോ? സോ ഹിസ് മദർ ടോൾഡ് ഹിം, അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അറിയോ? റോണി, യു ആർ ബീയിങ് റൂഡ് ടു അവർ ഗസ്റ്റ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? റോണി, യു ആർ ബീയിങ് റൂഡ് ടു അവർ ഗസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ആ ആൺകുട്ടിയുടെ പേരെന്താണ്? റോണി എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അമ്മ റോണിയോട് റോണി യു ആർ റൂഡ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ അർത്ഥം വരെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, റോണി സാധാരണ അവനിപ്പോഴും ഒരു പരിക്കൻ സ്വഭാവം കാണിക്കുന്ന ഒരു കുട്ടിയാണ്, അങ്ങനെയായ അർത്ഥം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അമ്മ പറഞ്ഞത്. റോണി യു ആർ ബീയിങ് റൂഡ് ടു അവർ ഗസ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് സാധാരണ റോണി എന്ന് പറയുന്നത് നല്ല പൊളൈറ്റ് ആയിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് അത്യാവശ്യം മാനേഴ്സ് ഒക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷേ അവൻ ഈ ഒരു സമയത്ത് മേ ബി കുറച്ച് നേരമായിട്ട് അവൻ എങ്ങനെയാണ്, അവൻ റൂഡായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ഇത് അമ്മ റോണിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഏത് വാക്ക് യൂസ് ചെയ്തിട്ടാണ്? ബീയിങ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് ഷീ വാണ്ട്സ് ഹിം ടു കറക്റ്റ് ഇറ്റ്. അത് കറക്റ്റ് ചെയ്യണം എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ അർത്ഥം വരുന്നത്, സാധാരണ റോണി നല്ല കുട്ടിയാണ്, എല്ലാ മാനേഴ്സും ഒക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷെ ഇവിടെ അവനോട് ഈ ഒരു സെന്റൻസ് പറയുമ്പോൾ അവന് എന്താ മനസ്സിലാവുന്നത്? അവൻ കാണിക്കുന്നത് ശരിയല്ല എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോടും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എന്ത്? അവൻ സാധാരണ ഇങ്ങനെയല്ല, പക്ഷെ ഇപ്പൊ കുറച്ച് നേരമായിട്ട് അവന് എന്താണെന്നറിയില്ല, അവൻ റൂഡായിട്ടാണ് പെരുമാറുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ റോണിയോട് എന്താ പറഞ്ഞത്? റോണി യു ആർ ബീയിങ് റൂഡ് ടു അവർ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിഥിയോട് നീ പരിക്കൻ സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന് പറയാണ്. അതൊരു അലേർട്ടാണ്, മോനുള്ളൊരു അലേർട്ടാണ്. മനസ്സിലായോ? അത് കറക്റ്റ് ചെയ്യാൻ മേ ബി അതിനുശേഷം അമ്മ ഇവിടെ വന്നിട്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇപ്പോഴുള്ള ഒരു ടെമ്പററി ബിഹേവിയർ, ഒരാളുടെ ടെമ്പററി ആയിട്ടുള്ള, അവൻ നല്ല കുട്ടിയാണ്, പക്ഷെ ഇപ്പൊ കുറച്ച് നേരമായിട്ട് ഈ ഒരു സമയത്ത് അവൻ അങ്ങനെയാ ബിഹേവ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് അത് പറയാൻ ട്രൈ ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ വൈഫ് ഹസ്ബൻഡിനോട് പറയാണ്, കിച്ചണിലെ ടാപ്പിൽ നിന്ന് ഒരാഴ്ചയായിട്ട് വെള്ളം ഇങ്ങനെ ഒറ്റൊറ്റായി, അതായത് ഒരു തുള്ളിയായി വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്.
എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് അത് ശരിയാക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ ഇവിടെ കിച്ചൺ ടാപ്പ് എന്ന് പറയുന്നതിൽ നല്ലത് ദ കിച്ചൺ ഫോസറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വൈഫ് പറഞ്ഞിട്ടുണ്ടാവുക ഹസ്ബൻഡിന്റെ അടുത്ത്. ദ കിച്ചൺ ഫോസറ്റ് ഹാസ് ബീൻ ഡ്രിപ്പിംഗ് ഫോർ എ വീക്ക് നൗ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡ്രിപ്പിംഗ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ ഡ്രോപ്സ് ആയിട്ട് ഓരോ തുള്ളി വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതിനെയാണ് ഡ്രിപ്പിംഗ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ദ കിച്ചൺ ഫോസറ്റ്, അതായത് കിച്ചണിലെ ടാപ്പ് എന്ന് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയേണ്ട അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേർഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ കിച്ചൺ ഫോസറ്റ് എന്ന് പറയുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഓക്കെ, അപ്പൊ ദ കിച്ചൺ ഫോസറ്റ് ഹാസ് ബീൻ ഡ്രിപ്പിംഗ് ഫോർ എ വീക്ക് നൗ, അതായത് ഒരാഴ്ചയായിട്ട് എന്താണ് വെള്ളം ഇങ്ങനെ വീണുകൊണ്ട് ഓരോ ഒറ്റൊറ്റായി വീണുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ചോദിക്കാണ് വൈ ഡോണ്ട് യു ഡു സംതിങ് അബൌട്ട് ഇറ്റ്, നിങ്ങൾ എന്തോന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയൂലേ. അപ്പൊ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും യാ ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ വൈഫ് ആൻസർ ചെയ്യാണ്, ആ പറഞ്ഞതിന് ആൻസർ ചെയ്യാണ് സ്റ്റോപ്പ് ബീങ് സോ ലേസി ആൻഡ് ഫിക്സ് ദാറ്റ് ഫോസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ പറയാണ് നിങ്ങൾ ഈ മടി കാണിക്കുന്നത് നിർത്ത്, എന്നിട്ട് ആ ഫോസറ്റ് ശരിയാക്കുക എന്ന് പറയാണ്. അതായത് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് മടി കാണിക്കില്ലേ, വേഗം തന്നെ അത് ശരിയാക്കുക എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ബീങ് സോ ലേസി ആൻഡ് ഫിക്സ് ദാറ്റ് ഫോസറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്വിറ്റ് ബീങ് സോ ലേസി ആൻഡ് ഫിക്സ് ദാറ്റ് ഫോസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ ഈ മടി കാണിക്കുന്നത് മാറ്റി വേഗം അത് ശരിയാക്കുക എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഇനി വേറൊരു സിറ്റുവേഷൻ. ഇപ്പോൾ എനിക്കൊരു ക്യാറ്റ് ഉണ്ട്, എനിക്കൊരു പൂച്ചയുണ്ട് എന്ന് വിചാരിക്കുക എൻ്റെ വീട്ടിൽ. ഓക്കെ, അപ്പം എൻ്റെ പൂച്ച നല്ല ലേസിയാണ്, നല്ല മടിയനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദിവസം പക്ഷേ പെട്ടെന്ന് എൻ്റെ പൂച്ചനെ ഭയങ്കര നന്നായി കളിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ടും എനിക്ക് കാണാൻ സാധിച്ചു. ഇപ്പം ഇന്ന് എനിക്ക് അങ്ങനെ കാണാൻ സാധിച്ചു എന്ന് വിചാരിക്കേ. അപ്പൊ ഇപ്പോഴും എൻ്റെ പൂച്ച ഭയങ്കര എനർജറ്റിക് ആണ്, നന്നായി ഓടിയൊക്കെ കളിക്കണമൊക്കെ ഉണ്ട് എൻ്റെ പൂച്ച. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ പൂച്ച എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറയും സാധാരണ എൻ്റെ പൂച്ച നല്ല ലേസിയാണ്, പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ടും അതുപോലെ തന്നെ കളിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പൊ ഞാൻ പറയും മൈ കാറ്റ് ഇസ് യൂഷ്വലി ലേസി, എൻ്റെ കാറ്റ് സാധാരണ ലേസിയാണ്, മടിയാണ് എൻ്റെ കാറ്റിന്. ഓക്കെ, ബട്ട് നൗ ഇറ്റ്സ് ബീങ് പ്ലേഫുൾ ആൻഡ് എനർജറ്റിക് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ബട്ട് നൗ, ഇപ്പോ എങ്ങനെയാണ് അതിനെ ഭയങ്കര എനർജറ്റിക് ആയിട്ടും അതുപോലെ തന്നെ നല്ല പ്ലേഫുൾ ആയിട്ടും നന്നായി കളിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത് എന്ന് പറയാണ്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പൂച്ച സാധാരണ ലേസിയാണ്, പക്ഷെ കുറച്ച് നേരമായിട്ട് മേ ബി ഇന്നൊരു ദിവസമായിരിക്കും, ഇന്ന് മോർണിംഗ് തൊട്ടായിരിക്കാം. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നേരമായിട്ട് എൻ്റെ പൂച്ചേനെ എങ്ങനെയാണ് കാണുന്നത്? നല്ല ആക്റ്റീവായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നന്നായി കളിച്ച് ഓടിയൊക്കെ കളിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ഇതൊരു ടെമ്പററി ബിഹേവിയർ ആണ്. ആരുടെ? പൂച്ചയുടെ ഒരു ടെമ്പററി ബിഹേവിയർ ആണ്. മനസ്സിലായോ? ഇനി വേറൊരു സിറ്റുവേഷൻ. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സാറിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാണ് അയാൾ അല്ലെങ്കിൽ സാർ ഈയിടെയായി തൻ്റെ സഹപ്രവർത്തകരോട് പരിക്കനായാണ് പെരുമാറുന്നത് എന്ന് എനിക്ക് പറയണം. ഇതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയും? ഹി ഈസ് ബീങ് റൂഡ് ടു ഹിസ് കൊളീഗ്സ് എന്ന് പറയും. അപ്പം ഇവിടെ അർത്ഥം എന്താ വരുന്നത്? സാധാരണ അയാൾ അല്ലെങ്കിൽ ആ സാർ എങ്ങനെയാണ്? സാറ് സാധാരണ വളരെ നല്ലൊരു മനുഷ്യനാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. പക്ഷേ മേ ബി വർക്ക് ലോഡ് കാരണമായിരിക്കാം ഇപ്പോൾ ഭയങ്കര റൂഡായിട്ടാണ് തൻ്റെ സഹപ്രവർത്തകരോട്, കൊളീഗ്സിനോട്, അതായത് കൂടെ വർക്ക് ചെയ്യുന്നവരോട് പെരുമാറുന്നത് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വേർബ്സുകൾക്ക് ശേഷം നമ്മൾ ബീയിങ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയി ഇരിക്കുന്നത് ഞാൻ ആസ്വദിക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഐ എൻജോയ് ബീയിങ് ക്രിയേറ്റീവ് എന്ന് പറയും. അപ്പോൾ ഇനി എനിക്ക് പറയേണ്ടത് ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ
ഇപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും ഇഷ്ടമല്ല എന്ന് വിചാരിക്കേ. എനിക്ക് എപ്പോഴും ചുറ്റും കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവണം, അതായത് കുറച്ച് ക്രൗഡൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഐ ലവ് ബീങ് സറൗണ്ടഡ് ബൈ പീപ്പിൾ എന്ന് പറയും. അതായത് കുറച്ച് ആളുകളൊക്കെ ചുറ്റുമുള്ളത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, എനിക്കത് ഇഷ്ടമാണ് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ്, ഇതാണ് സ്റ്റോപ്പ് ബീങ് ലേസി. നിങ്ങൾ മടി കാണിക്കാതെ ഇരിക്കൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് സ്റ്റോപ്പ് ബീങ് ലേസി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ 3 സെന്റൻസിലും ഫസ്റ്റ് സെന്റൻസിൽ എൻജോയ്, സെക്കൻഡ് സെന്റൻസിൽ ലവ് ആൻഡ് ദ തേർഡ് വൺ സ്റ്റോപ്പ് എന്നുള്ള സെന്റൻസുകളുടെ വേർബ്സുകളാണ്. അപ്പൊ ആ വേർബ്സുകൾക്ക് ശേഷം ഏത് വാക്കാണ് വന്നേക്കുന്നത്? ബീങ് എന്നുള്ള വാക്കാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതുപോലെ കുറച്ച് വേർബ്സുകളുണ്ട്, ആ വേർബ്സിന് ശേഷം എന്തായിരിക്കും? ബീങ് എന്നുള്ള വാക്ക് വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ ചില വാക്കുകൾക്ക് പകരം നമ്മൾ ബീങ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. വാക്കുകളായ ബിക്കോസ്, ആസ്, സിൻസ് എന്നീ വാക്കുകൾക്ക് പകരം നമ്മൾ ബീങ് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ, അവൾ വേഗം കഴിച്ചു കാരണം അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീ ഏറ്റ് ക്വിക്ക്ലി. അവൾ വേഗം കഴിച്ചു ബിക്കോസ്, കാരണം എന്തുകൊണ്ട് എന്നാലെന്നൊക്കെ നമ്മൾ പറയില്ലേ, ബിക്കോസ് ഷീ വാസ് ഹംഗ്രി. അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ നമുക്ക് ബീങ് വെച്ച് ഈ സെന്റൻസ് നമുക്ക് എങ്ങനെയാ മാറ്റാൻ പറ്റുക? ബീങ് ഹംഗ്രി ഷീ ഏറ്റ് ക്വിക്ക്ലി എന്ന് പറയാം. ബീങ് ഹംഗ്രി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് എന്താ അവൾ ചെയ്തത്? ഷീ ഏറ്റ് ക്വിക്ക്ലി. അപ്പോൾ ബിക്കോസ് വെച്ച് പറഞ്ഞ സെന്റൻസ് തന്നെ സെയിം അർത്ഥം തന്നെയാണ് ബീങ് വെച്ച് പറയുമ്പോഴും അർത്ഥം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൽ മീനിങ്ങിന്റെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ബിക്കോസിന് പകരം നമ്മളിവിടെ ബീങ് യൂസ് ചെയ്തു. ഇനി വേറൊരു എക്സാമ്പിൾ, അവൾ കൈൻഡ് ആയതുകൊണ്ട് അവൾ ബാക്കിയുള്ളവരെ സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഷീ ഹെൽപ്സ് അതേഴ്സ് ബിക്കോസ് ഷീ ഈസ് കൈൻഡ് എന്ന് പറയും. അപ്പൊ അതിന്റെ പകരം നമുക്ക് എന്ത് പറയാം? ബീങ് കൈൻഡ് ഷീ ഹെൽപ്സ് അതേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? ഇനി എനിക്ക് പറയേണ്ടത്, ഞാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഞാൻ ലേറ്റ് ആയതുകൊണ്ട്, ആസ് ഐ വാസ് ലേറ്റ് ഐ കുഡന്റ് അറ്റൻഡ് ദി ഇന്റർവ്യൂ. എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇനി ഇത് നമുക്ക് എങ്ങനെ ഷോർട്ട് ആക്കാം? നമുക്ക് പറയാം ബീങ് ലേറ്റ് ഐ കുഡന്റ് അറ്റൻഡ് ദി ഇന്റർവ്യൂ. ബീങ് ലേറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബീങ് എന്നുള്ളൊരു വാക്ക് നമ്മൾ പാസീവ് വോയിസിൽ യൂസ് ചെയ്യും. അതായത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ബീങ് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഈ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷനുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഒരു പുതിയൊരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്കൊരു ട്രിക്കും പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട് മേ ബി 1 or 2 സെക്കൻഡ്സിൽ നമുക്ക് എങ്ങനെ ഒരു സെന്റൻസ് കൺവേർട്ട് ചെയ്യാം എന്നുള്ള ട്രിക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് 2 എക്സാമ്പിൾസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദേ ആർ പെയിന്റിങ് ദ ഹൗസ്. അവർ വീട് പെയിന്റ് ചെയ്യുകയാണ്. ഈ സെന്റൻസ് എങ്ങനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാം? നമുക്ക് ദ ഹൗസ് ആദ്യം എഴുതാം. ദ ഹൗസ് ഇസ് ബീങ് പെയിന്റഡ് ബൈ ദം എന്ന് പറയാം. അപ്പോൾ അവർ വീട് പെയിന്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാലും ഇവിടെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കിയപ്പോൾ ഇവിടെ വീടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ ഹൗസ് ഇസ് ബീങ് പെയിന്റഡ് ബൈ ദം, അതായത് വീട് അവരാൽ പെയിന്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? അപ്പൊ ദ ഹൗസ് ഇസ് ബീങ് പെയിന്റഡ് ബൈ ദം എന്ന് നമ്മൾ പറയും. ഇനി വേറെ എക്സാമ്പിൾ, ഷീ വാസ് സ്റ്റിച്ചിങ് ദ ക്ലോത്ത്സ്. അവൾ ക്ലോത്ത്സ് സ്റ്റിച്ച് ചെയ്യായിരുന്നു, തുണികൾ സ്റ്റിച്ച് ചെയ്യായിരുന്നു. ഇതെങ്ങനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കും? ദ ക്ലോത്ത്സ് ആദ്യം എഴുതാം. ദ ക്ലോത്ത്സ് were being stitched by her എന്ന് പറയും. അപ്പൊ തുണികൾ അവളാൽ സ്റ്റിച്ച് ചെയ്യപ്പെട്ടു, അതായത് തയ്ക്കപ്പെട്ടു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഇനി ചില സമയത്ത് ബീങ് എന്നുള്ള വാക്ക് നമ്മളൊരു ജെറൻഡ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ വേർഡ് ഒന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ.
അവൻ ഫുട്ബോൾ കളിക്കുകയാണ്. ഇനി വേറൊരു സെന്റൻസ്, പ്ലേയിങ് ഫുട്ബോൾ ഈസ് ഹിസ് ഹോബി എന്ന് പറയാന്ന് വിചാരിക്കേ. അപ്പൊ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? ഫുട്ബോൾ കളിക്കുന്നതാണ് അവന്റെ ഹോബി എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളതാണ് അവന്റെ ഹോബി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ഹോബി എന്താണ്? അപ്പോൾ ഹോബിയുടെ ഒരു പേരായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? പ്ലേയിങ് ഫുട്ബോൾ എന്ന ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ പ്ലേയിങ് എന്നുള്ളത് എന്തായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു നൗൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ പ്ലേയിങ് ING ഫോം ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ING ഫോം ആയിട്ടുള്ള ഒരു വേർഡ് ഒരു നൗൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ജെറൻഡ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ബീയിങ് എന്നുള്ളൊരു വാക്കിനെ നമ്മൾ ചില സമയത്ത് ഒരു ജെറൻഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ, കുക്കിംഗ് ഈസ് മൈ ഫേവറേറ്റ് ഹോബി. കുക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹോബിയാണ്. ബീയിങ് ഇൻ ദ കിച്ചൺ ബ്രിങ്സ് മീ ജോയ്. കിച്ചണിലായിരിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കും എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ എന്താണ് സന്തോഷിപ്പിക്കുന്നത്? ബീയിങ് ഇൻ ദ കിച്ചൺ എന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ജെറൻഡ് ആയിട്ടും ചില സെന്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ മെയിൻ ആയിട്ടുള്ള ബീയിങ് എന്നുള്ള വാക്കിന്റെ യൂസസ് ഒക്കെ മനസ്സിലാക്കി. ഇനി നമ്മൾ ബീയിങ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. കൂടുതലായും നമ്മൾ പെർഫെക്റ്റ് ടെൻസിലാണ് ബീയിങ് എന്നുള്ള വാക്ക് യൂസ് ചെയ്ത് കണ്ടേക്കുന്നത്. ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, ഞാൻ പാരീസിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതായത് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ ഹാവ് ബീൻ ടു പാരീസ് ട്വൈസ് എന്ന് പറയും. ഇനി നമുക്ക് പറയണം, അവൾ 2 മണിക്കൂറായി നിനക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours എന്ന് പറയും. അപ്പൊ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ടെൻസസിന്റെ ക്ലാസ്സിൽ ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ബീൻ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മോഡൽ വേർബ്സിന്റെ കൂടെ, അതായത് പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ പഠിച്ചു, നമുക്കിപ്പോൾ ഒരു ഉപദേശം പോലെയൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ പറയും യു ഷുഡ് ബി കെയർഫുൾ, അല്ലെങ്കിൽ ഷീ ഷുഡ് ബി കെയർഫുൾ എന്നൊക്കെ പറയും. അതായത് അവൾ ശ്രദ്ധിക്കണം, അവൾ ശ്രദ്ധാലു ആയിരിക്കണം എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഇനി ഇതേ സെന്റൻസ് നമ്മൾ പറയാന്ന് വിചാരിക്കും. അപ്പോൾ ഷീ ഷുഡ് ബി കെയർഫുൾ എന്നുള്ള സെന്റൻസ് നമ്മൾ മാറ്റി ഷീ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താ വരുന്നത്? അവൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അവൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷീ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ, ഹി മൈറ്റ് ബി ടയർഡ്. അവൻ ക്ഷീണിതനായിരിക്കും എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് വളരെ കുറച്ച് പോസിബിലിറ്റി ആണ് കേട്ടോ അത് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹി മൈറ്റ് ബി എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പറയാന്ന് വിചാരിക്കേ, ഹി മൈറ്റ് ഹാവ് ബീൻ ടയർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താ വരുന്നത്? ക്ഷീണിതനായിരുന്നിരിക്കാം എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ബീയിങ്ങിന്റെ യൂസസ് ആണ്. അതായത് നമ്മൾ ബീയിങ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ടെമ്പററി ബിഹേവിയേഴ്സ് കാണിക്കാൻ ബിക്കോസിന്റെ പകരം ജെറൻഡായി നമ്മൾ യൂസ് ചെയ്ത് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ചില വേർബ്സുകൾക്ക് ശേഷം കണ്ടു. അതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ബീൻ എന്നുള്ള വാക്ക് നമ്മൾ പെർഫെക്റ്റ് ടെൻസുകളിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ടെൻസസിന്റെ ക്ലാസ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീയിങ് എന്നുള്ള വാക്ക് ചില വാക്കുകൾക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ മെൻഷൻ ചെയ്തത് 3 വാക്കുകളാണ്. വേറെ വാക്കുകളും ഉണ്ട്, പക്ഷെ ഞാൻ മെൻഷൻ ചെയ്ത എനി 2 വേർഡ്സ് നിങ്ങൾ കോമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അത് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.